ഇന്ന് ശനിയാഴ്ചയാണെന്നും കുട്ടികൾക്ക് അവധിയാണെന്നും ഓർത്ത് കിടന്നിട്ടാണെന്ന് തോന്നുന്നു. ഇന്ന് എണീറ്റപ്പം ഇത്തിരി അങ്ങോട്ട് നേരം വൈകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 6:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അടുക്കളയിൽ എത്തിയ പാടെ തന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പതുക്കെ മതി, കാരണം പിള്ളേർ നല്ല ഉറക്കത്തിലാണ്. 8 മണിയായിട്ട് വിളിക്കാവൂ അമ്മ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്നലെ രാത്രി കിടന്നത്. അപ്പോൾ അങ്ങനെ രണ്ടാളും നല്ല ഉറക്കമാണ്. ഏട്ടൻ പിന്നെ എന്താണെന്ന് പറഞ്ഞാലും വെളുപ്പിനെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ന്യൂസൊക്കെ കേട്ട് ഇരിക്കും കേട്ടോ. പിന്നെ എൻ്റെ കൂടെ കിച്ചണിൽ സഹായിക്കാനും കയറും. അപ്പോൾ ചപ്പാത്തി മാവ് വേഗം അങ്ങ് കുഴച്ച് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ആ ഒരു സമയം കൊണ്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കറിക്ക് അറിയാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഏട്ടൻ എനിക്ക് വേഗം ഉരുളക്കിഴങ്ങും സവോളയൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം ചപ്പാത്തി അങ്ങോട്ട് പരത്തിയെടുക്കുകയാണ്. ഏട്ടൻ അത് കഷ്ണങ്ങളെല്ലാം കുക്കറിലാക്കി അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. എന്നിട്ട് ന്യൂസ് കാണാൻ പോയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തി പരത്തി കഴിയുന്ന സമയം കൊണ്ട് കുക്കറിലെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നു. അപ്പോൾ ഒന്ന് വിസിൽ പോവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് മാറ്റിയെടുത്ത് വെച്ചു. പിന്നെ വേഗം ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. ഒരടുപ്പിൽ നമ്മുടെ കറിയും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന കറിയില്ല, അതാണ് കേട്ടോ വെച്ചത്. പാല് കിട്ടാഞ്ഞത് കൊണ്ട് ഇന്ന് പിള്ളേർക്കും ഏട്ടനും കട്ടൻ ചായയും എനിക്ക് ഇത്തിരി കട്ടൻ കാപ്പി ഇട്ടു കേട്ടോ. പിന്നെ വേഗം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഏട്ടൻ്റെ ഒപ്പം കഴിക്കാൻ ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഇരുന്നപ്പോഴേക്കും ഏട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മക്കളെ കാത്തിരിക്കാനൊരു ക്ഷമയൊന്നും എനിക്കുണ്ടായിരുന്നില്ല, കാരണം അവരവിടെ ആടി തൂങ്ങി നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ചു നേരം വിളിച്ചൊക്കെ നിന്നിട്ട് ഞാനങ്ങ് ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ.